20,000 രൂപ ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മളൊരു സ്മാർട്ട് ഫോൺ നോക്കുന്ന സമയത്ത് കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു മോഡൽസിൽ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി നോക്കുന്ന സമയത്ത് കുറച്ച് മോഡൽസൊക്കെ നമുക്ക് ഡീൽ ബ്രേക്കർ ആയിട്ടുള്ള മോഡൽസാണ്. അതായത് ചില മോഡൽസിൽ നമുക്ക് അമോലെഡ് ഡിസ്പ്ലേ കാര്യങ്ങളും കിട്ടില്ല, ചില മോഡലിൽ നമുക്ക് കുറേ അധികം 5G ബാൻഡ്സ് കാര്യങ്ങളും മിക്സിംഗ് ആയിരിക്കും, അതുപോലെ നമുക്ക് പവർ കുറഞ്ഞുള്ള ചിപ്സെറ്റ് കാര്യങ്ങളായിരിക്കും, അതായത് പഴയ ചിപ്സെറ്റ് കാര്യങ്ങളായിരിക്കും വരുന്നത്. അതുപോലെ നമുക്ക് ചില മോഡലുകളൊക്കെ വാട്ടർ ഡ്രോപ്പ് നോയ്സും കാര്യങ്ങളാണ് വരുന്നത്. മറ്റ് ചില മോഡൽസിലാണെങ്കിൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കാര്യങ്ങളും ആ ഒരു മോഡൽസിൽ കാണില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഈ ഒരു 20K ബഡ്ജറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് 20,000 രൂപ ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ, അതുപോലെ ബെസ്റ്റ് ഫോൺ ഫോർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അതുപോലെ ഓൾറൗണ്ടർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ. ഈ ഒരു 3 കാറ്റഗറി ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾ 20,000 രൂപ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റിയൊരു മോഡലാണ് റെഡ്മി K50i എന്ന് പറയുന്ന മോഡൽ. ഇതിൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മീഡിയാടെക് ഡിമെൻസിറ്റി 8100 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. കില്ലർ പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ നല്ലൊരു ബാറ്ററി ലൈഫും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഒരു ഡീസൻറ്റ് ക്യാമറ സിസ്റ്റവും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് LCD ഡിസ്പ്ലേ മാത്രമാണ് കിട്ടുന്നത് എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു K50i എന്ന് പറയുന്ന മോഡൽ. അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് G10 Pro എന്ന് പറയുന്ന മോഡലാണ്. ഏകദേശം 19,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. ഇതിനൊരു ബെസ്റ്റ് ഗെയിമിംഗ് ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിൽ LED ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കിനകത്ത് മീഡിയാടെക് ഡിമെൻസിറ്റി 8050 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണിത്. അതുപോലെ നമുക്ക് 8GB LPDDR 4Xൻ്റെ റാമും കാര്യങ്ങളും വരുന്നുണ്ട്. 256GB UFS 3.1 സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ കാര്യങ്ങൾ നമുക്കിനകത്ത് കിട്ടുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബാറ്ററിയും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഈ ഒരു ഫോണിൽ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ പോരായ്മ നോക്കുകയാണെങ്കിൽ ഇതൊരു ആവറേജ് ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുമാത്രമാണ് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നിർത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി നോക്കുന്ന സമയത്ത് ഒരു പവർഫുൾ ആയൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു GT10 Pro എന്ന് പറയുന്ന മോഡൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റിയൊരു മോഡലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതായത് ഇതിന് കുറച്ച് പ്രൈസ് കൂടുതലാണ് എങ്കിലും നിങ്ങൾക്ക് ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ട്. ആ ഒരു മോഡൽ എന്ന് പറയുന്നത് ലാവ അഗ്നി 2 എന്ന് പറയുന്ന മോഡലാണ്. ഏകദേശം 21,999 രൂപ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫറും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ പ്രൈസ് കുറച്ചായിരിക്കും കിട്ടുന്നത്. ക്ലീൻ ആയുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 2 വർഷത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 15 വരെ നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഒരു ക്ലീൻ ആയുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് കർവ്ഡ് ആയുള്ള അമോലെഡ് ഡിസ്പ്ലേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 120Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ലൊരു പവർഫുൾ ആയുള്ള പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. സോളിഡ് ആയുള്ള ബാറ്ററി ലൈഫും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോരായ്മകൾ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് ക്യാമറ വരുന്നുണ്ട്. അത് മാത്രമല്ല ചില സമയത്ത് ഈ സ്മാർട്ട് ഫോണിൽ കുറച്ച് ബഗ്ഗും കാര്യങ്ങളും വരുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കുറച്ച് ബഗ്സും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കാണുന്നുണ്ട്. ഈ 2 പോരായ്മകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ക്ലീൻ ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് മോട്ടോറോളയുടെ ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ അതിലും നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഇങ്ങനെ സജഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ വേണം. അതായത് നല്ലൊരു ക്യാമറ കിട്ടണം, അതുപോലെ നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളും കിട്ടണം, പിന്നെ നല്ലൊരു ഡിസ്പ്ലേ കിട്ടണം. ഈ ഒരു കാറ്റഗറി നോക്കുന്ന സമയത്ത് നമുക്ക് 2 സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മോട്ടോറോള G82 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിന് നമുക്ക് 19,000 രൂപ ബഡ്ജറ്റും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ ഈ ഒരു മോഡൽ അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു മോഡലൊന്നും അല്ല, എങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയുള്ള പെർഫോമൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആയുള്ള ഡിസൈനും കാര്യങ്ങളും വരുന്നുണ്ട്. 120Hz POLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഒരു ക്ലീൻ ആയുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ക്ലീൻ ആയുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പോരായ്മ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ക്യാമറ സിസ്റ്റമാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് Poco X5 Pro എന്ന് പറയുന്ന മോഡൽ നോക്കാം. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു മോഡലാണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ മാത്രമാണ് കുറച്ച് താഴത്തേക്ക് നിൽക്കുന്നത്. ഗ്ലോട്ട് വേഴ്സും കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, MIUIൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം അറിയാം. അപ്പം ആ ഒരു ഇത് മാത്രമാണ് വരുന്നത്. പിന്നെ മദർ ബോർഡിൻ്റെ ഇഷ്യൂ എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡലിൽ മാത്രം ഇതുവരെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും കംപ്ലയിൻറ്റ് നമുക്ക് ന്യൂസായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുവരെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു മോഡൽ ചൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഈ ഒരു മോട്ടോറോളൻ്റെ ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ടോട്ടൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പല കാറ്റഗറിയിലുള്ള മോഡൽസിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് അറിയിക്കുക. ഇതിൽ ഏത് മോഡൽസ് നിങ്ങൾ ചൂസ് ചെയ്യില്ല എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.